കഴിവുകെട്ട പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കഴിവുകെട്ട പഞ്ചായത്ത്. ഇന്നലെ 4ഓളം ആൾക്കാരെയാണ് തെരുവുനായ ആക്രമിച്ചത്. അതിൽ 2 വയസ്സ് തൊട്ടുള്ള 84 വയസ്സ് വരെയുള്ള ആൾക്കാരെ കടിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല ഈ നാണംകെട്ട പഞ്ചായത്തും ഇവിടെ ഭരിക്കുന്ന ആൾക്കാരും. പിന്നെ ഇവിടെ പ്രതിപക്ഷ പാർട്ടികളുണ്ട്, അവരൊന്നും ഇതിനെതിരെ ഒരു തേങ്ങയും പറയുന്നില്ല. നമ്മളിപ്പോൾ വീഡിയോ ഇറക്കുന്നുണ്ട്, നമ്മൾ വീഡിയോ ഇറക്കുമ്പോൾ ചില കമ്മ്യൂണിസ്റ്റ് അമ്പം കമ്മികൾ വന്നിട്ട് കമന്റ് ഇടും, എടാ നിന്റെ വാർഡിലല്ലല്ലോ ഇത് നടന്നത്, നിന്റെ വാർഡ് 11ാം വാർഡിൽ 10ാം വാർഡിലൊക്കെ അല്ലേ നടന്നിട്ടുള്ളത്. പട്ടി കടിക്കാൻ വരുമ്പോൾ ഞാൻ പട്ടിയോട് പറയാം, എടാ പട്ടി നീ 10ാം വാർഡത്തെയാണ്, ഞാൻ 11ാം വാർഡത്തെയാണെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങളൊരു 5 കമ്മിറ്റി രൂപീകരിക്കും. ഇങ്ങനത്തെ ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത്. ചായയും വടിയും കഴിച്ചിട്ട് പട്ടിയുടെ അടുത്ത് പോയി പറയാം, പട്ടി നീ ഇനി മുതൽ ആരെയും കടിക്കരുത്, നമ്മുടെ പഞ്ചായത്തിലുള്ളവരൊക്കെ പാവങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് അവിടെ പോയിട്ട് പട്ടിയുടെ അടുത്ത് പോയിട്ട് പറ. കുറേ നാണം കെട്ടവന്മാരുണ്ട് ഇവിടെ, ഇതിനെതിരെ ഒരു പ്രതിഷേധിക്കാനും ആരുമില്ല. കുറേ രാഷ്ട്രീയ പാർട്ടികളുണ്ട് വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുക. ഇതൊക്കെയാണ് പ്രതിഷേധിക്കേണ്ട കാര്യം. ഇതിന് പ്രതിഷേധിക്കാൻ ആംബിയറുള്ള ഒരു തെണ്ടികളും ഇല്ല ഈ നാട്ടിൽ. ഗുരുതരമായി പരിക്കേറ്റു. വെട്ടിക്കാട്ടിരി താഴപ്ര പ്രദേശത്ത് ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം. 2 വയസ്സുകാരനായ റയാൻ, 80 വയസ്സുള്ള ഐഷ, സൽമാൻ, അൽത്താഫ് അസീസ് എന്നിവർക്കാണ് കടിയേറ്റത്. കുട്ടിയുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നായ കടിച്ചുകീറി. നിലവിൽ റയാൻ മെഡിക്കൽ കോളേജ് ഐസിയുവിൽ ചികിത്സയിലാണ്. സ്വന്തം വീട്ടുപരിസരത്ത് നിന്നവർക്ക് നേരെയാണ് അപ്രതീക്ഷിതമായി നായയുടെ ആക്രമണമുണ്ടായത്. കൈക്കും കാലിനും മുഖത്തും പരിക്കേറ്റ ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു.